നേപ്പാളിൽ കത്തിപ്പടർന്ന ജൻസി വിപ്ലവത്തിന്റെ ഒടുവിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയും രാജിവെച്ചു. കാഠ്മണ്ഡുവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരയവുമില്ല. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും പ്രക്ഷോഭകർ തീയിട്ടു. മന്ത്രിമാർക്കും നേതാക്കൾക്കും നേരെ ആക്രമണമുണ്ടായി. രാഷ്ട്രീയ നേതാക്കളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീക്കി തുടങ്ങിയിട്ടുണ്ട്. കെ.പി. ശർമ്മ ഒലി രാജിവെച്ച് നാട് വിട്ടിരിക്കുകയാണ്. പുതിയ പ്രധാനമന്ത്രി അതുപോലെ തന്നെ രാഷ്ട്രപതി രണ്ടുപേരും ജൻസിയിൽ നിന്ന്, അതായത് 26 വയസ്സിനകത്ത് നിന്ന് തന്നെ വേണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പുതിയ സർക്കാർ രൂപീകരണമടക്കം ഏത് രീതിയിലായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ അതുപോലെ തന്നെ തുടരുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള പ്രക്ഷോഭം തന്നെയാണ് കാഠ്മണ്ഡുവിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റവരുടെ എണ്ണം 500 കടന്നിരിക്കുന്നു. അതിൽ 100 മുതൽ 150 വരെയുള്ളത് പോലീസുകാരാണ്. പാർലമെൻറ്റ് കത്തിച്ചു, കെ.പി. ശർമ്മയുടെ സ്വകാര്യ വസതി അത് കത്തിച്ചു. മാത്രമല്ല മന്ത്രിമാരിലേക്കും നേതാക്കളിലേക്കും അടക്കം ഇത്തരത്തിൽ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് പ്രക്ഷോഭക്കാർ. അവിടെ ഭരണപക്ഷത്തിൻ്റെ പാർട്ടി ഓഫീസ് അടക്കം കയ്യേറി അതും കത്തിച്ചൊരവസ്ഥയാണുള്ളത്. പ്രധാന നേതാക്കളെല്ലാം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രാജ്യം വിടാനുള്ള തിടുക്കത്തിൽ തന്നെയാണ്. ഇവരെ എല്ലാവരെയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും രക്ഷിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയാണ്. അതായത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തന്നെയാണ് അവിടെയുള്ള കരസേന ഈ നേതാക്കളെ എല്ലാവരെയും കൊണ്ടുവരുന്ന പുറത്തേക്കും ആവശ്യമെങ്കിൽ രാജ്യത്തിന് പുറത്തേക്കും എന്തായാലും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വരും നാളുകളിൽ ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നതും അതുപോലെ ഏറ്റവും ആകാംക്ഷയുള്ളതും പുതിയ സർക്കാർ രൂപീകരണം, പുതിയ പ്രധാനമന്ത്രിയൊക്കെ ആരാകും എന്നുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അതും ഇപ്പറയുന്ന രീതിയിൽ, അതായത് ജൻസിയിൽ നിന്നും തന്നെ ആയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭം കനക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഇനി അറിയാനുള്ളത്. ഈ കാര്യങ്ങളെയെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യക്കാരോട് നേപ്പാൾ സന്ദർശനം ഒഴിവാക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ പിന്തുടരണം എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നേപ്പാളിൽ ഇത്തരത്തിൽ സംഘർഷം മൂർച്ഛിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളാണ് അവിടെ നിർത്തിവെച്ചത് വിമാനത്തിൻ്റെ കാര്യത്തിൽ. പിന്നീട് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ അടച്ച ഒരവസ്ഥയുണ്ട്. ഇന്ത്യയിൽ നിന്നടക്കം നേപ്പാളിലേക്കുള്ള പല വിമാനങ്ങളും ഇപ്പോൾ വഴി തിരിച്ച് വിട്ടിരിക്കുകയാണ്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം നേപ്പാളിലെ അവസ്ഥ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം അത് തണുക്കുമോ അതല്ല ജൻസി അവരുടെ പുതിയ, അതായത് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ പുതിയ നേതാക്കളെ സംബന്ധിച്ചടക്കം അത് നിറവേറ്റപ്പെടുന്നവരെയും ഇത്തരത്തിൽ തെരുവിലിറങ്ങിയുള്ള പ്രക്ഷോഭം തുടരുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയാനുള്ളത്.